ഹോളി ആഘോഷിക്കാൻ പല കളറിലുള്ള പൊടികൾ കുട്ടികൾ കൊണ്ടുവരലുണ്ട് സ്കൂൾക്കും കോളേജിക്കും ഒക്കെ. പക്ഷെ കളമശ്ശേരി പോളിടെക്നിക്കിൽ പോലീസ് ഒന്ന് കയറി. പോലീസിന് കിട്ടിയത് കളർ പൊടിയല്ല. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ 2 കിലോയോളം കഞ്ചാവും ത്രാസും പിടികൂടി. അവിടെ ഹോളി ആഘോഷത്തിന് വേണ്ടി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ വച്ചിരുന്ന ലഹരി പിടിച്ചെടുക്കണ്ടായി. കിലോ കണക്കിന് കഞ്ചാവും അത് തൂക്കി വിൽക്കാനുള്ള ത്രാസും. ഞെട്ടിയോ കേട്ടപ്പോ? സാധാരണ നമ്മളുടെയൊക്കെ മക്കൾ പെടുന്ന പോലെ അതിനകത്ത് പെട്ടു എന്നുള്ളതിനപ്പുറം നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. സാധാരണ പെടുന്നത് പോലെ ഒന്ന് പെട്ടു. പറഞ്ഞതാരാന്നറിയോ? അവിടുത്തെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദിവസവും അവിടുന്ന് കഞ്ചാവ് ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്ന്. ഇതെന്ന് വെച്ചാൽ എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി കഞ്ചാവൊന്നും ലഭിച്ചതായിട്ടൊന്നുമില്ല. എല്ലാ ദിവസവും ഇത്ര കിട്ടൂല. അത്രേ നമ്മൾ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ല, എന്നാലും ദിവസേന പോലീസ് ഇങ്ങനെ കയറുകയാണെങ്കിൽ ഒരു ആവറേജ് എത്ര കിട്ടും? മൈനർ ക്വാണ്ടിറ്റികളൊക്കെ സാധാരണ ക്യാമ്പസിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കാണാറുണ്ട്. സാധാരണ ക്യാമ്പസിലൊക്കെ അപ്പൊ കഞ്ചാവാണോ കിട്ടുക സാറേ? ഇതൊന്നും ആരും കാണുന്നില്ലേ? ഏത് പൊട്ടനോടാ പറയേണ്ടത്? വേണ്ട, മന്ത്രിമാരോട് പറഞ്ഞാലോ? ഏത് മന്ത്രിയോടാ പറയേണ്ടത്? ഏത് മന്ത്രിയാണത് കേൾക്കുക? ഏത് മന്ത്രിയായി സഹായിക്കുക? മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള തന്ത്രമല്ല ഇപ്പോൾ ആവശ്യം. ഏത് മന്ത്രി അതിൽ പ്രവർത്തിക്കുക? ഒന്നും ചെയ്യില്ല. നമുക്ക് എക്സൈസ് മന്ത്രിനോടൊന്ന് ചോദിച്ചു നോക്കാം. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. അങ്ങനെ പോലീസ് കയറി തരുന്നപ്പോൾ പോളിടെക്നിക്ക് പഠിക്കേണ്ട സാധനങ്ങളല്ല കിട്ടിയത്, കവർ നിറച്ച് കഞ്ചാവ് കിട്ടി. ഓ പിന്നെ മനസ്സിലാവാത്ത പോലെ നിങ്ങളുടെ കയ്യില് കഞ്ചാവ് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നാണ്. സാധനം എവിടെയാണ്? ഒന്നുമില്ല സാറേ. അപ്പൊ സുധാകരേട്ടാ, സംഗതി പോലീസ് പിടിച്ചു വിദ്യാർത്ഥികളെ റൂമിന്ന്. ഒരിക്കലും വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം അവർക്ക് അർഹതയില്ലാത്തവരാണ്. ആരാ ഇത്? കള്ളും കുടിച്ചിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുന്നവർക്ക് എന്ത് വിദ്യാർത്ഥിയാ? എന്ത് വിദ്യാർത്ഥിയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കുക. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കളമശ്ശേരി പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ പോലീസ് പരിശോധന നടത്തിയത്. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ KSU പ്രവർത്തകരായ ആകാശ്, ആദിൽ എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്നും പിടിച്ചെടുത്തത് 2 കിലോ കഞ്ചാവും ഇലക്ട്രിക് ത്രാസും. കേട്ട സുധാകരേട്ടാ, ആരുടെയൊക്കെ റൂമിൽ നിന്നാണ് പിടിച്ചത് എന്ന് വാർത്ത പുറത്തു വിടട്ടെ. വാർത്തകൾ പ്രചരിപ്പിക്കണം, ജനമനസ്സിൽ അത് എത്തിക്കണം. ജനമനസ്സുകളിലും വിദ്യാർത്ഥി നേതാക്കളെ ചെവിയിലും സംഗതി എത്തി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഏത് പ്രവർത്തകരാണെങ്കിലും ഇതിൽ KSU എന്ന് പറയുന്ന സംഘടനയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പറഞ്ഞത്, ഏത് പ്രവർത്തകരാണോ അവർക്ക് രാഷ്ട്രീയപരമായ ഒരു ഐഡന്റിറ്റിയിലോ ലേബലിലോ അവരെ ലേബൽ ചെയ്യേണ്ട സാഹചര്യമില്ല. അടുത്ത ടീം വരട്ടെ. KSU മാത്രം ശക്തി കാണിച്ചാൽ പോരല്ലോ. KSUവിന്റെ മുറിയിൽ നിന്ന് ഇത്തരത്തിൽ വലിയ കനത്തിൽ കഞ്ചാവ് പിടിക്കുമ്പോൾ SFI-കാരനും ഇരിക്കട്ടെ ഒന്ന് എന്നുള്ള നിലയ്ക്ക് KSU-കാർ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണോ, പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയം പോലീസുകാർക്കുണ്ടോ? അപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പേരുടെ ഇൻവോൾവ്മെന്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളൂ. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പോലീസ് എല്ലാരെയും പരിഗണിച്ചു. അപ്പൊ കൊടിയുടെ ആനുകൂല്യം കിട്ടുമോ? ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളവരുണ്ടോ എന്നതൊന്നും വിഷയമല്ല. ഒരു തരത്തിലുമുള്ള ഇളവും ഉണ്ടാവില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇത്തരം ശക്തികളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഏതൊക്കെ റൂമിൽ കയറും? മന്ത്രി പറഞ്ഞ ഉരുക്കുമുഷ്ടി താഴ്ത്താതെ എത്ര നാൾ പരിശോധന ഉണ്ടാവും എന്നൊക്കെ കാത്തിരുന്ന് കാണാം.